പ്രളയ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച 10 വീടുകളുടെ താക്കോൽദാനം ബുധനാഴ്ച നടക്കും. നിലമ്പൂർ പോത്തുകല്ലിലെ പൂളപ്പാടത്ത് രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ താക്കോൽദാനം നിർവഹിക്കുമെന്ന് ജനറൽ സെക്രട്ടറി PM സലാം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായാണ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങിയത്. വിവിധ ജില്ലകളിൽ പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി 5 കോടിയിലേറെ രൂപയാണ് പാർട്ടി ചെലവഴിച്ചത്. മലപ്പുറം ജില്ലാ കമ്മിറ്റി 50 കുടുംബങ്ങൾക്ക് 3 ഏക്കർ ഭൂമി വിതരണം ചെയ്തു. വീടുകളുടെ നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് നൽകിയത്. കവളപ്പാറയിലും പാതാറിലുമുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്നാണ് പോത്തുകല്ലിൽ തിരഞ്ഞെടുത്ത 10 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാൻ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. പ്രാദേശിക കമ്മിറ്റി ഒരു വീടും പൂളപ്പാടത്ത് നിർമ്മിച്ചിട്ടുണ്ട്. കുടിവെള്ളം, വൈദ്യുതി, അപ്രോച്ച് റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ സജ്ജീകരിക്കുന്നതിന്റെ ഭാഗമായാണ് വീടുകളുടെ താക്കോൽദാനം വൈകിയത്. താക്കോൽദാന ചടങ്ങിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തും. അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, ET മുഹമ്മദ് ബഷീർ MP, PV അബ്ദുൽ വഹാബ് MP, ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MP, അഡ്വക്കേറ്റ് PM സലാം, KP മജീദ്, P അബ്ദുൽ ലത്തീഫ്, അഡ്വക്കേറ്റ് UA ലത്തീഫ് എന്നിവർ സംബന്ധിക്കും. പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച 10 ബൈത്തുർ റഹ്മ വീടുകളുടെ താക്കോൽദാന കർമ്മം നാളെ പോത്തുകല്ലിൽ പഞ്ചായത്തിലെ പൂളപ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് നിർവഹിക്കപ്പെടുകയാണ്. 2019 നമ്മുടെ സംസ്ഥാനത്തെ നടുക്കിയ പ്രളയം ഉണ്ടായത്. ആ പ്രളയത്തിൽ ഈ ഭാഗത്തൊക്കെ ധാരാളം നാശനഷ്ടങ്ങളുണ്ടായി. മേപ്പാടി ഭാഗത്തുണ്ടായി. ഇവിടെ കവളപ്പാറയിലും മണ്ണിടിഞ്ഞ് വീണ് 59ഓളം ആളുകൾ അവരുടെയൊക്കെ ജീവഹാനി സംഭവിച്ചു. ചാലിയാർ പുഴയിലും പാതാറിലുമൊക്കെ വെള്ളം കയറി ഒരുപാട് വീടുകൾ വാസയോഗ്യമല്ലാതായിപ്പോയി. കുറേയേറെ വീടുകൾ പൂർണ്ണമായും നശിക്കപ്പെട്ടു. ഇത്തരമൊരു സാഹചര്യത്തിൽ എല്ലാ ഭാഗത്തു നിന്നും ആളുകളെ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങളുണ്ടായി, ആഹ്വാനങ്ങളുണ്ടായി. മുസ്ലിം ലീഗ് കമ്മിറ്റിയും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത് സംബന്ധിച്ച പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തി. ഏതാണ്ട് 5 കോടി രൂപയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണെന്ന് കേരളത്തിലാകമാനം വിവിധ ജില്ലകളിൽ, പത്തനംതിട്ട, കോട്ടയം അടക്കമുള്ള, വയനാട് അടക്കമുള്ള ജില്ലകളിൽ മുസ്ലിം ലീഗ് നടത്തിയത്. പലയിടത്തും വീടുകൾ വെച്ചു കൊടുത്തു. നാശനഷ്ടങ്ങൾ സംഭവിച്ച വീടിൻ്റെ കേടുപാടുകൾ തീർത്തു കൊടുത്തു. സാമ്പത്തിക സഹായം കൊടുത്തു. ഷോപ്പുകൾ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം കൊടുത്തു. കേരളത്തിൽ മൊത്തം 5 കോടി രൂപയാണ് അന്ന് ചെലവഴിച്ചത്. അതിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റി ഈ പോത്തുകല്ല് പഞ്ചായത്തിൽ 3 ഏക്കർ ഭൂമി വിലക്ക് വാങ്ങുകയും അത് 47 കുടുംബങ്ങൾക്ക് ഭാഗിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ 47 കുടുംബങ്ങളിൽ 10 പേര് മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാത്തവരും വളരെയേറെ ഏറ്റവും പാവപ്പെട്ടവരുമായിരുന്നു. അവർക്ക് വീടുണ്ടാക്കാൻ സാമ്പത്തികമായി യാതൊരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും പാവപ്പെട്ട 10 പേരെ തിരഞ്ഞുപിടിച്ച് അതിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഈ 10 പേർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ പണി പൂർത്തിയായിട്ട് കുറച്ച് നാളുകളായി. പണിക്ക് കാലതാമസം ഉണ്ടായിട്ടുണ്ട്. 2019 പ്രളയം ഉണ്ടായത്. ആ വർഷം തന്നെ ഭൂമി വില കൊടുത്ത് വാങ്ങിയിട്ടു. പക്ഷെ അതും തുടർന്നുള്ള വർഷങ്ങളിലൊക്കെ അവിടെ ഒരു നിർമ്മാണം തുടങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാലാവസ്ഥാപരമായ കാര്യങ്ങളും അതുപോലെ സാങ്കേതികമായ ചില കാര്യങ്ങളൊക്കെ കൊണ്ട് വിചാരിച്ച സമയത്ത് പണി തുടങ്ങാനോ പൂർത്തിയാക്കാനോ സാധിച്ചിട്ടില്ല. പിന്നീട് വീടുകളുടെ പണി പൂർത്തിയായപ്പോൾ തന്നെ കുടിവെള്ളത്തിൻ്റെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ കുടിവെള്ളം കിട്ടാനുള്ള, വീടുണ്ടാക്കിയ പ്ലോട്ടിൽ കുടിവെള്ളം കിട്ടാൻ പ്രയാസമായിരുന്നു. അതുകൊണ്ട് താഴെ കുറച്ച് ദൂരെയാണ് കിണർ കുഴിച്ച് മുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് എത്തിച്ചിട്ടാണ് കുടിവെള്ളത്തിന് സൗകര്യം ഉണ്ടാക്കിയത്. ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ കാലതാമസം എടുത്തു. അതുപോലെ അവിടെ വഴിയില്ലായിരുന്നു. ആ വഴി ഉണ്ടാക്കാൻ വേണ്ടി 10 വീടുകൾ ഉണ്ടാവുമ്പോൾ
സ്വാഭാവികമായും വഴി സൗകര്യം വേണം. അതിന് തൊട്ടടുത്ത സ്ഥലത്ത് നിന്ന് വില കൊടുത്ത് സ്ഥലം വാങ്ങി വഴിയുണ്ടാക്കി. ഇതിനൊക്കെ സ്വാഭാവികമായ കാലതാമസം ഉണ്ടായി. ഈസ്റ്റ് ലൈവ് എടക്കര.